സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് റെഡിയായി ബാഗൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നത്തെ മിഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു എംബസി ഓഫീസിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. സോ നമ്മൾ നേരെ എംബസി ഓഫീസിലേക്ക് പോവുകയാണ്. എന്നാൽ ഞങ്ങളെ ബസ് സ്റ്റോപ്പിലൊക്കെ എത്തി. ബസ് കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് ഞങ്ങളുടെ ഭാഗ്യം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഡ്രൈവറുടെ തൊട്ടടുത്ത സീറ്റിന് കിട്ടി. യൂഷ്വലി ലോട്ടറി അടിക്കുന്ന പോലെയാണ് ഈ സീറ്റൊക്കെ കിട്ടുകയെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇന്ന് നമുക്ക് ലക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടിയപ്പോൾ ഞാനൊരു VIP പാസഞ്ചർ പോലെയൊക്കെ തോന്നി. ഡ്രൈവർ മാമൻ റോഡൊക്കെ നോക്കി ഓടിക്കുന്ന സമയത്ത് ഞാൻ മാമനെയും റോഡ് മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നടക്കാനായിട്ടൊരു 15 മിനിറ്റ് ഉണ്ടായിരുന്നു. ഈ കാറ്റടിച്ചപ്പോൾ ഞാൻ നടക്കുന്നതാണോ അതോ കാറ്റ് എന്നെ കൊണ്ടുപോകുന്നതാണോ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓരോന്ന് സംസാരിച്ചും ചിരിച്ചും അങ്ങനെ ഞങ്ങൾ ഫൈനലി എംബസി ഓഫീസിലൊക്കെ എത്തി. വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്ക് അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല, അവൾക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഓഫീസ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പാർക്കിലൊക്കെ പോയിരുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടേക്കാണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഞാനും അവളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേർക്കും വിശപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ ബർഗർ കിങ്ങിലോട്ടേക്ക് കയറിയപ്പോഴത്തേക്കും എന്ത് ഓർഡർ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ മുമ്പിൽ ഒരു മലയാളി ചേട്ടനെ കണ്ടത്. സോ അങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പോയി ഞങ്ങൾ മെനു കാർഡൊക്കെ വാങ്ങിച്ചു. മെനുക്കെ നോക്കിയിരിക്കുമ്പോഴായിട്ടോ മെനു കാർഡ് നോക്കുന്ന കണ്ട വിചാരിക്കും ഞങ്ങളിപ്പം ബർഗർ കിങ് മുഴുവനായിട്ട് വാങ്ങിക്കുന്നു. സോ അങ്ങനെ ഞങ്ങൾ 2-3 ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതിൽ 2 സാധനം അവിടെ ഇല്ല. ഞങ്ങളങ്ങനെ ഒരു ചീസി ലോഡഡ് ഫ്രൈസ് ഓർഡർ ആക്കി. ഫുഡ് കണ്ടാൽ പിന്നെ എൻ്റെ ചുറ്റുമുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആർക്കകത്ത് കഴിച്ചു കൊണ്ടാണെന്നറിയില്ല, ചെറുതായിട്ട് എൻ്റെ വായ അങ്ങോട്ട് പുള്ളി. ഞാൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിട്ട് ഒരു ഗുണ്ടുമണി ഞങ്ങളുടെ അടുത്ത് വന്നത്. അത് എന്നെയും കുറേ സമയം നോക്കുന്നുണ്ടായിരുന്നു, ഞാനും അതിനെ നോക്കി. അങ്ങനെ ഒരു 5 സെക്കൻഡിൽ ഞങ്ങളൊരു സ്റ്റാർട്ടിങ് കോമ്പറ്റീഷനായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു ബോട്ടിൽ വെള്ളം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്നിങ്ങനെ തിരിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു ഷോപ്പ് ഫൈൻഡ് ചെയ്തു. ഞങ്ങൾ അവിടെ നിന്നൊരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ച് അതും കുടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നെക്സ്റ്റ് എങ്ങോട്ടേക്ക് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് പോകുന്ന വഴിയിലാണ് ഞങ്ങളുടെ തൊട്ട് മുമ്പ് തന്നെ ഞങ്ങളുടെ സ്വന്തം റോസ്മാൻ കണ്ടത്. സോ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ റോസ്മാനിലോട്ട് കയറി. റോസ്മാനിലോട്ട് കയറുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. കാരണം അവിടെയുള്ള എല്ലാ പെർഫ്യൂംസും ഞങ്ങൾ അറഞ്ചം പുറഞ്ചം അടിച്ച് ടെസ്റ്റ് ചെയ്യും. വേറെ ഒന്നുമില്ല, ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് അടിച്ച് നാട്ടിക്കും. ഞാൻ അവിടെ ഇരുന്ന് പെർഫ്യൂമൊക്കെ അറഞ്ചം പുറഞ്ചം അടിക്കുന്ന സമയത്താണ് പുറകെ നമ്മൾ വന്നിട്ട് പറഞ്ഞത് ഈ ഒരു പെർഫ്യൂം കൊള്ളാം. അങ്ങനെ ഞാനും നോക്കിയില്ല, അത് വാങ്ങിച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് അത് ഞാൻ അതിൻ്റെ പൊസിഷനിലോട്ട് വെക്കുമ്പോഴാണ് ഗൈസ് അതിൻ്റെ പ്രൈസ് ഞാൻ കണ്ടു ഞെട്ടുന്നത്. അപ്പോൾ ഒന്നും നോക്കിയിട്ടില്ല. ഓക്കെ, പ്രൈസ് കണ്ടതോടുകൂടെ ഞാൻ ആ പെർഫ്യൂമിനോട് ബായ് പറഞ്ഞു. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പെർഫ്യൂംസൊക്കെ നല്ല സ്മെല്ലുണ്ട്. സോ ഗൈസ്, അങ്ങനെ പെർഫ്യൂം ടെസ്റ്റിംഗ് വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഒരു ബോഡി ക്രീം എടുത്തു. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ബോഡി ക്രീമാണ് സെബാമെൻറ്റിൻ്റെത്. ഫോർ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് മസ്റ്റായിട്ടൊന്ന് യൂസ് ചെയ്തു. അത് റോസ്മാനിലെ ഒരു പ്രിൻറ്റ് സെക്ഷനിലാണ്. സ്റ്റാർട്ടിങ് ഫോർ 15 സെൻറ്റ് മുതൽ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ഫോട്ടോസ് നിങ്ങൾക്ക് ഇവിടുന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഞങ്ങൾ കുറച്ച് മെമ്മറബിൾ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തു. നിങ്ങളുടെ CV ഒക്കെ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലാരിറ്റിയിലൊക്കെ ഇവിടുന്ന് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കുറച്ച് മെമ്മറബിൾ ഫോട്ടോസൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഞങ്ങൾ അവിടുന്ന് പ്രിൻ്റ് എടുത്തു. അത് പ്രിൻ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നല്ലൊരു അടിപൊളി കവറൊക്കെ കിട്ടി പ്രിൻ്റൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നേരെ പോയത് തൊട്ട് മുമ്പുള്ള വൂൾവർത്തിലാണ്. വൂൾവർത്തിലാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങളെ നിയർ ബൈ ഉള്ള വൂൾവർത്തിലൊക്കെ പോവുക. സോ 2-3 ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. സംഭവം നിങ്ങൾ പർച്ചേസ് ചെയ്യാനല്ലായിരുന്നു ചെയ്തത്, ജസ്റ്റ് ഞങ്ങൾ പോകുന്ന വഴി അവിടെ ജസ്റ്റ് കയറിയതായിരുന്നു. ഡ്രസ്സൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഞങ്ങളൊന്ന് ഫ്രെയിം നോക്കാൻ പോയി. ഞങ്ങൾ എടുത്തൊരു ഫോട്ടോസിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം നോക്കാൻ പോയതാണ്. പക്ഷേ ഞങ്ങൾ ഫ്രെയിം ഒന്നും സെറ്റായില്ല. സാറേ, ഇനി ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചു. റാമിൽ കയറി ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ സൈഡിൽ ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബേബി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ബേബീനൊക്കെ നോക്കി പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ വ്ളോഗ്സ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ, ചൂസ്.